ഗസയെ പുനർനിർമ്മിച്ച് അമേരിക്കയുടെ ഉല്ലാസ കേന്ദ്രമാക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹങ്ങൾക്ക് ഇരുട്ടടിയുമായി അറബ് ലീഗ്. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി അറബ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. കൈറോയിൽ നടന്ന അടിയന്തര അറബ് ഉച്ചകോടിയിലാണ് പദ്ധതി അവതരിപ്പിച്ചത്. പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. ഗസ പിടിച്ചടക്കാനും 20 ലക്ഷത്തിലധികം പലസ്തീനികളെ ഒഴിപ്പിക്കാനുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് അറബ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. $53 ബില്യൺ പുനർനിർമ്മാണ പദ്ധതിക്കാണ് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ അറബ് നേതാക്കൾ അംഗീകാരം നൽകിയത്. ഈ പുനർനിർമ്മാണ പദ്ധതിക്ക് ആവശ്യമായ വലിയ തുകകൾ സ്വരൂപിക്കുന്നതിനായി അടുത്ത മാസം ഒരു പ്രധാന അന്താരാഷ്ട്ര സമ്മേളനം നടത്തുമെന്നും അറബ് നേതാക്കൾ അറിയിച്ചു. ഗസയെ ലോകോത്തര നഗരമാക്കി മാറ്റാൻ ഈജിപ്തിനൊപ്പം സൗദി അറേബ്യ, UAE, ഖത്തർ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും മുന്നിൽ തന്നെ ഉണ്ടാകും. 5 വർഷം കൊണ്ട് ഗസ പുനർനിർമ്മിക്കുന്ന പദ്ധതിക്കാണ് ഈജിപ്ത് രൂപം നൽകിയത്. പുതിയ വീടുകളും തുറമുഖങ്ങളും വിമാനത്താവളവും ഉൾപ്പെടെ വമ്പൻ പ്രൊജക്റ്റുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഫലസ്തീൻ ഇസ്രായേൽ തർക്കത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിയമങ്ങളുടെയും കാഴ്ചപ്പാടിൽ ദ്വിരാഷ്ട്ര സംവിധാനമാണ് ശാശ്വത പരിഹാരമെന്നും പദ്ധതി പറയുന്നുണ്ട്. അറബ് ലോകത്തെയും അതിനപ്പുറത്തെയും ഞെട്ടിച്ച US പദ്ധതിയെ പ്രതിരോധിക്കാൻ ഗംഭീരമായ പൊതുകെട്ടിടങ്ങളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടെ 91 പേജുള്ള വിശദമായ ബ്ലൂ പ്രിന്റാണ് ഈജിപ്ത് തയ്യാറാക്കിയത്. അതേസമയം ഈ പുതിയ പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത് അത് വെറും സ്വത്ത് വികസനത്തെക്കുറിച്ചുള്ളതല്ല എന്നതാണ്. രാഷ്ട്രീയവും പലസ്തീനികളുടെ അവകാശങ്ങളുമാണ് പദ്ധതിയുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ. ഭൗതിക പുനർനിർമ്മാണത്തോടൊപ്പം ഒരു സമാന്തര പദ്ധതി ആവിഷ്കരിക്കണമെന്നും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി തന്റെ ആമുഖ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ഇസ്രായേലിനൊപ്പം പലസ്തീൻ രാഷ്ട്രമെന്ന 2 രാഷ്ട്ര പരിഹാരത്തിലേക്ക് നീങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈജിപ്ത് മുന്നോട്ട് വെച്ച പദ്ധതി ഇപ്പോൾ ഒരു അറബ് പദ്ധതിയാണ് എന്ന് അറബ് നേതാക്കളുടെ യോഗത്തിന് പിന്നാലെ അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഗെയ്ദ് പ്രഖ്യാപിച്ചു. സ്വമേധയാ ഉള്ളതോ നിർബന്ധിതമായ ഏതൊരു കുടിയിറക്കത്തെയും നിരസിക്കുക എന്നതാണ് അറബ് നിലപാടെന്നും അദ്ദേഹം ട്രംപിന്റെ ആശയങ്ങളെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ എന്നാൽ എല്ലാവർക്കും വ്യക്തമാകുന്ന വിധത്തിൽ നിലപാട് അറിയിച്ചു. യോഗ്യതയുള്ള സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന പലസ്തീൻ സർക്കാരിന്റെ കുടക്കീഴിൽ ഗാസ മാനേജ് കമ്മിറ്റി താൽക്കാലികമായി ഗസയുടെ നടത്തിപ്പ് നിയന്ത്രിക്കുമെന്നും ഈ പുതിയ പദ്ധതി നിർദ്ദേശിക്കുന്നു. എന്നാൽ ഹമാസിന്റെ റോൾ എന്താകുമെന്ന കാര്യത്തിൽ പദ്ധതി കൃത്യമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടില്ല. അത്തരം തീരുമാനങ്ങൾ പലസ്തീനികളുടെ ഇഷ്ടത്തിന് വിടണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം അറബ് നേതാക്കളും. അതേസമയം ഗസയുടെ മേലുള്ള ട്രംപിന്റെ കണ്ണ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്വപ്നത്തിനപ്പുറത്തേക്ക് അത് പ്രാവർത്തികമാക്കേണ്ട ഒന്നാണെന്നും ട്രംപ് ഇപ്പോഴും ആവർത്തിച്ച് വിശ്വസിക്കുന്നു. ഗസയുടെ മണ്ണിൽ ട്രംപിന്റെ പ്രതിമ നിൽക്കുന്നതും അവിടുത്തെ ബീച്ചിൽ നെതന്യാഹുവുമൊത്ത് ട്രംപ് ഉല്ലസിക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു AI ആനിമേറ്റഡ് വീഡിയോ ഈയിടെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഒരു വേള തൻ്റെ ആശയങ്ങൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ ഇപ്പോഴും പലസ്തീനെ വരുതിയിലാക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പുതിയ പ്രഖ്യാപനത്തോടെ ഗസയുടെ മേൽ ഇനി തങ്ങളുടെ പദ്ധതി മാത്രമാണ് ഏക പദ്ധതിയെന്ന് തെളിയിക്കേണ്ടത് അറബ് രാഷ്ട്രങ്ങളുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയായി പലസ്തീനിൽ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.